അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ കരീം. അല്ലാഹുമ്മ അഅതിനൽ ഇഖ്ലാസ് വസ്ദദ് ഈമാനനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ആദരണീയരായ സത്യവിശ്വാസി സുഹൃത്തുക്കൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങളിൽ കീഴൊതുങ്ങിയവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനിൻ്റെ മാസമായ റമദാനിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഐക്യകണ്ഠേന ബഹുമാനിക്കുന്ന, നമ്മളെല്ലാവരും ആദരവോടുകൂടി കാണുന്ന, പവിത്രതയോടുകൂടി കാണുന്ന, ധാരാളം അമലുകളിൽ നമ്മൾ മുന്നേറാൻ ശ്രമിക്കുന്ന പവിത്രമായ മാസമാണ് റമദാൻ എന്നുള്ളത്. ഈ റമദാനിൽ നമ്മൾ പൊതുവെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ റമദാനിൽ പോലും ഖുർആൻ പാരായണം ചെയ്യാനോ ആറാമത്തെ നോമ്പിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 5 ജുസ് എങ്കിലും ഖുർആൻ മുഴുവനായും ഖുർആൻ 5 ജുസ് എങ്കിലും പാരായണം ചെയ്യുവാൻ, 5 ജുസ് പൂർത്തീകരിക്കാനെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എവിടെയോ ഒരു തൗഫീഖിൻ്റെ കുറവുണ്ടോ എന്ന്, റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു സഹായത്തിൻ്റെ കുറവുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരുടെ പേരെഴുതിയ കൂട്ടത്തിൽ നമ്മൾ പെടില്ലേ പടച്ചോരെ എന്ന് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ നായികക്ക് 40 വട്ടം എന്ന നിലക്ക് നമ്മൾ നമുക്ക് ലഭിക്കുന്നൊരു ഉത്ബോധനമാണ്, മരിച്ചു പോവേണ്ടതാണ്. ആ മരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ ഖബറിൽ 6 അടി മണ്ണിൽ നമുക്ക് കൂട്ടായി നമ്മുടെ കുറച്ച് അമലുകൾ വേണമെന്ന ബോധ്യം അല്ലെങ്കിൽ ഒരു ബോധനം നമുക്ക് ഇടയ്ക്കിടയ്ക്കേ നൽകപ്പെടാറുണ്ട്. പക്ഷെ ആ ബോധ്യത്തിനും ആ ബോധനത്തിനും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ എത്രത്തോളം ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളിടത്താണ് വസ്തുത അല്ലെങ്കിൽ കാര്യം നിൽക്കുന്നത്. ഇത്രയും നിറഞ്ഞവർ ഈ റമദാൻ ലഭിച്ചിട്ട് പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഈമാനിക ചൈതന്യവും ഒരു അമലു സ്വാലിഹാത്തിലൊരു കുതിപ്പുമില്ലെങ്കിൽ, ഖുർആനിക പാരായണത്തിൽ നമുക്കൊരു സാധാരണ ഓതുന്നതിനേക്കാളും കൂടുതൽ പാരായണം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, അതിനെങ്കിൽ നമ്മൾ ശ്രമിക്കണില്ലെങ്കിൽ നമ്മുടെ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. നമ്മൾ പൊതുവെ നമ്മുടെ അമലു സ്വാലിഹാത്തിൻ്റെ വിഷയത്തിൽ, സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ നമ്മൾ പിന്നിലാണ്. എത്രയൊക്കെ റസൂലുള്ളാഹിയുടെ ഹദീസുകൾ കേട്ടിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ കേട്ടിട്ടും അമലു സ്വാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ പൊതുവെ കുറച്ച് മടി കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ ഗൗരവകരമായൊരു വിഷയം നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മളാരും ചെയ്ത കുറച്ച് അമലുകൾ നമ്മൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാറില്ല. നമ്മൾ ചെയ്തതേ കുറവാണ്. നമ്മൾ ഓരോരുത്തരും അംഗീകരിക്കുന്ന വിഷയമാണ് നമുക്ക് അമലുകൾ കുറവാണെന്നുള്ളത്. നമ്മളിങ്ങനെ എണ്ണാൻ കഴിയും, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അമലുകൾ എണ്ണിയെടുക്കാൻ കഴിയും. അത്രയും ചുരുക്കമാണ് എൻ്റെയും നിങ്ങളുടെയും അമലുകൾ എന്നുള്ളത്. ആ അമലുകളും ആ ചുരുങ്ങിയ അമലുകളെങ്ങാനും നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. ആ ചെറിയ അമലും ആർക്കെങ്കിലും ഇട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കപ്പെടാതിരിക്കാനോ നമ്മൾ ആഗ്രഹിക്കാറില്ല. ആ കുറച്ച് അമലുണ്ടെങ്കിലും സ്വർഗത്തിൽ കയറണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളാണ്. മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനേകായിരം സ്വഹാബികൾ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ സ്വഹാബി ഹുദൈഫ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു കല്ലെടുത്തു, ഒരു വെളുത്ത കല്ല് കൈകളിലെടുത്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുക്കൽ 1-2 ആളുകൾ കൂടെയുണ്ട്. അദ്ദേഹം ഒരു വെളുത്ത കല്ല് മണ്ണിൽ നിന്ന് എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ അത് വെച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ആ കല്ല് അങ്ങനെ തന്നെ തിരിച്ചു വെച്ചു. ആ മണലിനു മീതെ അദ്ദേഹം
ആ കല്ലിന് മീതെ അദ്ദേഹം മണൽ വാരിയിട്ടു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അദ്ദേഹം പറയുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു വർത്തമാനം. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇപ്രകാരം സമൂഹത്തിൽ നിന്ന് സുന്നത്തുകൾ മറഞ്ഞു പോകുന്നതാണ് എന്ന്. ഇന്ന ഹാദദ്ദീന ഖദ് ഇസ്തളാഅ ഇളാഅത ഹാദിഹി, ഈ വെള്ളക്കല്ല് പോലെ ഈ ദീൻ പ്രകാശിച്ചു നിൽക്കുന്നൊരു സമയം വന്നിട്ടുണ്ട്, അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നുമുണ്ട്. സുമ്മ അഖദ കഫം മിൻ തുറാബിൻ ഫജഅല യദറുഹു അലൽ ഹുസാദ്, പിന്നെ ആ വെള്ളക്കല്ലിന്മേൽ അദ്ദേഹം കുറച്ച് മണ്ണ് വാരിയിട്ടതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ നഫ്സ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് സത്യം, അല്ലാഹുവാണ് സത്യം. അഖ്വാമുൻ യദ്ഫനൂന ദീന കമാ ദുഫിനത് ഹാദിഹിൽ ഹസ്വാദ്, ഈ കല്ല് മറമാടിയതുപോലെ, ഈ കല്ലിനെ നമ്മൾ മണ്ണ് കൊണ്ട് മറമാടിയതുപോലെ ഈ ദീനിനെ മറമാടുന്ന, ഈ ദീനിന്റെ യഥാർത്ഥ സുന്നത്തുകളെ മറച്ചു കളയുന്ന കുറച്ചാളുകൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരാനുണ്ടെന്ന് ഹുദൈഫത്ത് ബിൻ യമാൻ റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വലയസ്ലുകുന്ന ത്വരീഖദ്ദീനി കമാ കാന ഖബ്ലകും, നിങ്ങൾ ഓരോരുത്തരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളിൽ പലരും മുൻഗാമികളുടെ ബനൂ ഇസ്രായേലിയരുടെ മുശ്രിക്കീങ്ങളുടെ പാത നമ്മൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. എങ്ങനെയാണ് അവരുടെ പാത എന്നുള്ളത്? യഹൂദരുടെ പാത എന്തായിരുന്നു? ജൂതന്മാരുടെ സ്വഭാവം എന്തായിരുന്നു? റസൂൽ സല്ലല്ലാഹു അവരുടെ പ്രവാചകന്മാർ പഠിപ്പിച്ചിരുന്ന ദീനിൽ അവർ മായം കലർത്തി, പ്രവാചകന്മാർ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അവർ പുതുതായിക്കൊണ്ട് കൂട്ടിച്ചേർത്തു, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അവർ കൈകടത്തി. അപ്രകാരം തന്നെ ചില ആളുകൾ വരുമെന്നുള്ളതാണ്. ചില ആളുകൾ വന്ന് ഈ ദീനിനെ ദീനല്ലാത്ത കോലത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത രൂപത്തിൽ ഈ ദീനിനെ മാറ്റിക്കളയുമെന്നുള്ളതാണ്. ഒരു ചരിത്രം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നു വല്ലാഹ് റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, ഹുദൈഫ റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, ഈ സമൂഹത്തിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത് അവ്വലു മാ തഫ്ഖിദൂൻ, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം നഷ്ടപ്പെട്ടു അമാനത്താണ്, ഉത്തരവാദിത്ത ബോധമല്ല, ഉത്തരവാദിത്തം എന്നുള്ളത് ഈ ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. പിന്നെയോ ഉറൽ ഇസ്ലാമി ഉർവതൻ, ഇസ്ലാമിൻ്റെ മതചിഹ്നങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായിക്കൊണ്ട് മറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മുൻകാല സമൂഹങ്ങളെപ്പോലെ തന്നെ യഹൂദരെ പോലെ നമ്മൾ മറ്റു സമുദായങ്ങളെ ചെരുപ്പിന് ചെരുപ്പായിക്കൊണ്ട് ചാണിന് ചാണായിക്കൊണ്ട് മറ്റു സമൂഹത്തെ നമ്മൾ പിൻപറ്റുന്ന രീതിയിൽ, ഇത്തിബാ ചെയ്യുന്ന രീതിയിൽ, ഫോളോ ചെയ്യുന്ന രീതിയിൽ ഈ ഉമ്മത്ത് മാറുമെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിയുടെ അവസാനത്തെ ഖുതുബയിലും ഖുതുബത്തുൽ വിദാ, റസൂലുള്ളാഹിയുടെ വിടവാങ്ങൽ പ്രസംഗത്തിലും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെള്ളിയാഴ്ചകളിലെ ഖുതുബകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പറയാറുള്ള ഒരു ഹദീസുണ്ട്. റസൂലുള്ള പറയാണ്, കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ ബിദ്അത്തും പുത്തനായി ഉണ്ടാക്കിയതൊക്കെ അതൊക്കെ ളലാലത്താണ്, വൈകേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തും നരകത്തിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുതുബയിലും, മലയാള ഖുതുബ ആയിക്കോട്ടെ, അറബി ഖുതുബ ആയിക്കോട്ടെ, ഏത് പള്ളിയിൽ പോയി കഴിഞ്ഞാലും നമ്മൾ കേൾക്കാറുള്ള ഒരു ഹദീസ് ഉണ്ട്, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാ ളലാലത്തും നാറിലേക്കാണ്, നരകത്തിലാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സംഘടന കക്ഷി വേർതിരിവുകളൊക്കെ മാറ്റി നിന്നുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം, എന്താണ് ബിദ്അത്ത്? എത്രയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തൊരു വാചകമാണ് ബിദ്അ, ബിദ്അ, ബിദ്അ. എന്താണ് ബിദ്അത്ത്? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ നിന്ന് സുന്നത്ത് മാറ്റപ്പെടുമെന്നുള്ളതാണ്. മറ്റൊരു ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ഒരു മഹാനായ പണ്ഡിതൻ, അദ്ദേഹം രണ്ട് കല്ലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ രണ്ട് കല്ലുകൾക്കിടയിലൂടെ നിനക്കെന്തെങ്കിലും കാണാൻ പറ്റുണ്ടോ എന്ന് ചോദിച്ചു. തൻ്റെ സുഹൃത്തിനോട് ചോദിക്കുകയാണ്. അപ്പം അദ്ദേഹം ആ സുഹൃത്ത് പറഞ്ഞു, ഈ കല്ലിനിടയിലൂടെ ചെറിയൊരു പ്രകാശം മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം അദ്ദേഹം പറയുകയാണ്, ഈ പണ്ഡിതൻ ഈ സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ പ്രകാശം പോലെ, ഈ പ്രകാശം കണക്കെ സുന്നത്തും ചുരുങ്ങിപ്പോവുമെന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ സുന്നത്ത് മാത്രമേ ഈ സമൂഹത്തിൽ നിലനിൽക്കുകയുള്ളൂ. ഭൂരിഭാഗ സമൂഹവും ബിദ്അത്തിലായിരിക്കുമെന്നുള്ളതാണ്. എന്നിട്ട് ആ ബിദ്അത്തെങ്ങാനും ആളുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിക്കുന്നത് ഓൻ സുന്നത്ത് ഒഴിവാക്കിയവനാണ്, ഓൻ അഹ്ലുസുന്നപ്പെടാത്തവനാണ്, ഓ സുന്നത്ത് ജമാഅത്തിന്റെ ആളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുമെന്ന് 1300 വർഷങ്ങൾക്കപ്പുറം
മഹാന്മാരായ സ്വഹാബികളും താബീങ്ങളും നമ്മൾ ഓർമ്മപ്പെടുത്തി തരികയാണ്. 1300 വർഷങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ഒരാൾ പറഞ്ഞു തരികയാണ് എന്ത്, ഇങ്ങനൊരു കാലഘട്ടം വരാനുണ്ട്, സുന്നത്തുകളൊക്കെ ആളുകൾ ഉപേക്ഷിക്കും. റസൂലുള്ള പഠിപ്പിക്കാത്ത ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ള പഠിപ്പിക്കാത്തതിനാ ബിദ്അത്ത് എന്ന് പറയാം. നമ്മളൊക്കെ വളരെ അഭിമാനപൂർവ്വം നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതൊരാളോടും നമ്മൾ അഭിമാനപൂർവ്വം പറയുന്ന കാര്യമുണ്ട്, റസൂൽ എല്ലാം പഠിപ്പിച്ചു പോയിട്ടുണ്ട്. മറ്റൊരു മതസ്ഥർക്കും പറയാൻ കഴിയാത്ത, വാദിക്കാൻ കഴിയാത്ത, കോൺഫിഡൻസ് ഇല്ലാത്തൊരു വിഷയമാണ് അവരുടെ മതത്തിൽ എല്ലാം പഠിപ്പിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത്. ഒരു സ്വഹാബിയെ കളിയാക്കുന്നുണ്ട്, നിങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂത്രിച്ചാൽ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് പോലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിഹസിച്ചപ്പോൾ അദ്ദേഹം തിരിച്ച് അഭിമാനത്തോടെ പറഞ്ഞത് ഞങ്ങളുടെ റസൂൽ അതും പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. ഏറ്റവും മൈന്യൂട്ടായ വിഷയം പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സ്വഹാബികള് അങ്ങനെ കളിയാക്കിയ ആളുകൾക്ക് മറുപടി കൊടുക്കുകയാണ്. മഹാനായ ജലാലുദ്ദീൻ അസ്സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി കേരള മണ്ണിൽ ജനിച്ച എല്ലാ ആളുകൾക്കും, പൊതുവെ വാളൊക്കെ കേൾക്കുന്ന ആൾക്കാരൊക്കെ കേൾക്കുന്ന ഒരു പേരാണ് ജലാലുദ്ദീൻ അസ്സുയൂത്തി. സംഘടനാ ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കസറത്ത് അഥവാ ഒരുപാട് ആളുകൾ ഒരു കൂട്ടം ഒരുപാട് ആളുകൾ ഒരു ആശയത്തിന്റെ മുകളിലാണ് എന്നുള്ളത് നിന്നെ വഞ്ചിക്കരുത്. ജലാലുദ്ദീൻ അസ്സുയൂത്തി എന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ്, ഒരുപാട് ആളുകൾ ഒരു ആചാരം നിർവഹിക്കുന്നു എന്നുള്ളത് കൊണ്ട്, ഒരുപാട് ആളുകൾ ഒരു കർമ്മത്തിൽ നിരതരായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നീ അതിൽ വഞ്ചിതരാവരുതേ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വഖലീലും മിൻ ഇബാദിയ ശക്കൂർ, ശക്കൂറായിട്ട് നന്ദിയുള്ള ശരിയായിട്ടുള്ള അഹ്ലുസുന്ന വൽ ജമാഅത്തായി കൊണ്ട് കുറച്ചേ ഉണ്ടാവുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇനി സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം ബിദ്അത്ത് വളരെ ഗൗരവമാണ്. പിശാജ് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈനയും ഫുളൈൽ ഇബ്നു ഇയാദിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്, ഒരാൾ ബിദ്അത്തിൽ നിന്ന് കരകയറ്റാൻ വളരെ കഷ്ടപ്പാടാണ്. ഒരാൾ ബിദ്അത്ത്പ്പെട്ടു, റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു കാര്യത്തിൽ ഒരാൾ സ്ഥിരം ഇങ്ങനെ ശീലാക്കി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഓനെ രക്ഷപ്പെടുത്തണം, ഓനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഭയങ്കര പണിയാന്നാ പറഞ്ഞത്. കാരണം എന്താ അറിയോ, ബിദ്അത്ത് ഒരാൾ എങ്ങനെ അത് നല്ലതെന്ന് വിചാരിച്ചിട്ടാ. ഫോർ എക്സാമ്പിൾ, മഹാനായ ജലാലുദ്ദീൻ അസ്സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറഞ്ഞ കുറച്ച് ഉദാഹരണങ്ങൾ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറയാണ്, നമ്മളൊരു മയ്യത്തിനെ ജനാസനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പൊതുവേ നാട്ടിൽ പല ആചാരങ്ങളും കാണാറുണ്ട്. റസൂലുള്ളയുടെ അനുധാവനം എന്ന് പറഞ്ഞാൽ, റസൂലുള്ളയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ സൈലന്റ് ആയിട്ട് മയ്യത്തിനെ കൊണ്ടുപോകാന്ന്. ജലാലുദ്ദീൻ അസ്സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, റസൂലുള്ള കൽപ്പിച്ചിട്ടുള്ളത് മയ്യത്തിന്റെ അടുക്കൽ നമ്മൾ സൈലന്റ് ആയിരിക്കണം എന്നാണ്. അങ്ങനെ സൈലന്റ് ആവാതിരിക്കുക എന്നത്, കളിച്ചിരി തമാശകൾ എന്നുള്ളത്, റസൂലുള്ള പഠിപ്പിക്കാത്ത പോലുള്ള ആചാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് ബിദ്അത്താണ് എന്നുള്ളതാണ്. ഇനി നമ്മളതിങ്ങനെ നമ്മുടെ സമൂഹം മുഴുവൻ ശീലിച്ച ആൾക്കാരാണ് അല്ലേ. ഒരു ഖബറിന്റെ അടുക്കൽ പോയിട്ട് ഖുർആൻ പാരായണവും ജനാസയെ പൊക്കിക്കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊക്കെ നമ്മൾ ശീലിച്ച ആളുകളാണ്. നമ്മളതിനെക്കുറിച്ച്, അതിൻ്റെ ഹദീസിനെ കുറിച്ചോ അതിന് എത്രത്തോളം സ്ഥിരതയുണ്ടോ നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇനി നമ്മളോട് ഒരാൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, പൊതുവെ നമ്മൾ നമ്മുടെ ഉമ്മത്ത് കൊടുക്കുന്ന മറുപടി എന്താ, നമ്മൾ ഇത്രയും കാലം ശീലിച്ചു പോകുന്നതല്ലേ, ഭൂരിഭാഗം ആളുകൾ ഇതല്ലേ ചെയ്തതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? റസൂലുള്ള ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിഷയം നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ നോമ്പായി കഴിഞ്ഞാൽ ആദ്യത്തെ 10 അല്ലാഹുമ്മ അർഹംനി ചെല്ലാറുണ്ട്, രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗഫ്ഫർലി ചെല്ലാറുണ്ട്, മൂന്നാമത്തെ 10 അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്ന എന്നൊക്കെ ചെല്ലാറുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു ദുആ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടതായിക്കൊണ്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കൂല. ഇങ്ങനെ ഒരാൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്തു വന്നതെങ്ങാനും ഇതൊന്നും റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക എന്താ, അല്ലാ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കൂല. നമ്മളെന്താ ചിന്തിക്കുക, പഠിച്ചോനെ ഇത് നമ്മളെ ആശയമല്ലാലോ, ഇത് നമ്മൾ ഇത്രയും കാലം ജീവിച്ചു പോകുന്നതല്ലാലോ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ എല്ലാവരും ചിന്തിക്കേണ്ടത് എന്താ, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സമിഅനാ അതഅനാ, നമ്മൾ എത്ര കാലം ഒരു ആചാരം ആചരിച്ചു എന്നുള്ളിടത്തല്ല കാര്യം, അതിലല്ല കാര്യം. പല സ്വഹാബികളും എത്രയോ വർഷക്കാലം ദ്വലാലത്തിലായിരുന്നു, പിയവിലായിരുന്നു. പിന്നെ അവസാനം അവരുടെ മരണസമയത്തൊക്കെ അവസാന കാലഘട്ടത്തിൽ സത്യത്തിൽ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഭൂരിഭാഗം നമ്മൾ എന്തൊന്നിലാണ് നിലകൊണ്ടുള്ളടുത്ത് എന്നുള്ളതല്ല കാര്യം. മഹാനായ ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം മക്കയിൽ ജീവിച്ചൊരു പണ്ഡിതനാണ്, മക്കയിൽ കൂടി താമസിച്ച് ജീവിച്ചൊരു പണ്ഡിതനാണ്. ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അദ്ദേഹം പറയുകയാണ്, ഞാൻ മക്കയിൽ ജീവിച്ച കാലഘട്ടങ്ങളിൽ മക്കയിലെ പല പണ്ഡിതന്മാരും അവിടെയുള്ള കെട്ടിപ്പൊക്കപ്പെട്ട ഖബറുകൾ പൊളിച്ചടക്കുന്നതായിക്കൊണ്ട് അതൊക്കെ നിരപ്പാക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് പറഞ്ഞു തന്നത്? കാരണം അത് ബിദ്അത്ത് ആയതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അവസാനം
ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇങ്ങനെ ഒരുപാട് ബിദ്അത്തുകൾ റമദാനിൻ്റെ പേരില്ലേ, അവസാനം റമദാൻ 17 കഴിഞ്ഞാൽ ബദരീങ്ങളാണ്ട് തുടങ്ങി അങ്ങനെ ഒരുപാട് ബിദ്അത്തുകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. ഓരോ റമദാനും പുതിയ പുതിയ ആചാരങ്ങളാണ്. നമ്മൾ വിശ്വാസി എന്ന നിലക്ക്, ഖുർആനും ഹദീസും പിൻപറ്റുന്ന വിശ്വാസി എന്ന നിലക്ക് നമ്മൾ തീർച്ചപ്പെടുത്തേണ്ട ഒരു കാര്യം, റസൂലുള്ള ചെയ്തോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചപ്പെടുത്തുക. അള്ളാഹും റസൂലും കൽപ്പിക്കാത്തതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അത് നമ്മുടെ ഈമാനിനെ, റമദാനിനെ പൊളിച്ചു കളയുമെന്ന് നമ്മൾ ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും റസൂലിൻ്റെ സുന്നത്തിനെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ